Watch full episodes on Jio Hotstar. സിറ്റിയുടെ ബെസ്റ്റ് ഐസ്ക്രീം ഇവിടെ കിട്ടും. കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും പിന്നിലല്ല. ഗോഗ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നീ വേഷം മാറി വന്ന ഇവിടെ ആർക്കും മനസ്സിലാവില്ലെന്ന് വിചാരിച്ച? നീ ഇന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. റംഗീലെ, ഞാൻ ഇവിടെ വന്നത് ഐസ്ക്രീം കഴിക്കാൻ മാത്രമാണ്. പക്ഷെ ഇന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ചെല്ല് ഗോഗയുടെ നിനക്കിന്ന് വേണ്ടത് കിട്ടും. ഗോഗയുടെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എന്താ ഇത് മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ എവരിബാഡി, എല്ലാരും കേൾക്കൂ. എന്റെ പേര് പവർ സ്നാച്ചർ എന്നാണ്. എന്റെ ശക്തി കൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരുടെയും മാന്ത്രിക ശക്തികൾ പിടിച്ചെടുക്കും. അങ്ങനെ ചെയ്താൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാന്ത്രികനായി മാറും ഞാൻ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ചൻ പകയ്യ. ഇപ്പോൾ നിന്റെ ശക്തി എന്റേതാകും. പെട്ടെന്ന് എനിക്ക് എന്താ സംഭവിച്ചത്? എന്റെ ശക്തിയെല്ലാം എന്നെ വിട്ട് പോകുന്നത് പോലുണ്ടല്ലോ. എടാ നിക്ക്. അല്ല, ആ ലോൺ മൂവർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. റംഗീല, ഇന്ന് ഞാൻ നിന്നെ വിട്ടുവെക്കണം. നമുക്ക് പിന്നീട് കാണാം. നമുക്ക് പിന്നെ കാണാം. രുദ്ര, മാർക്കറ്റിലേക്ക് ഒന്ന് വേഗം വാ. സുങ്ക, ഞാൻ പോകുകയാണ്. ബൈ ബൈ. എന്നെയും കൂടെ അങ്ങ് കൊണ്ടുപോകൂ. ഓടണ്ട, കാരണം പവർ സ്നാച്ചറിൽ നിന്നും ആർക്കും ഓടാൻ കഴിയില്ല. ഛൻ പകയ്യ, നിന്റെ ശക്തി എന്റേതാകും. ആരെങ്കിലും വേഗം ഒന്ന് മുത്തച്ഛനെ വിളിക്ക്, രക്ഷിക്കണേ. ആരെങ്കിലും വേഗത്തിൽ മുത്തച്ഛനെ വിളിക്കൂ. രുദ്ര, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. ആ പവർ സ്നാച്ചർ മറ്റുള്ളവർ മാജിക്കൽ പവേഴ്സ് തട്ടിപ്പറിക്കുകയാണ്. Ibaiska, Sakom, Pashto! മറ്റുള്ളവരുടെ മാജിക് പവേഴ്സ് തട്ടിപ്പറിക്കാൻ നിനക്ക് ഒരു റൈറ്റ്സും ഇല്ല. നീ ചെയ്യുന്നതിന്റെ പേര് മോഷണം എന്നാണ്. സൺസിറ്റിയിൽ ഒരു തെറ്റായ കാര്യവും അനുവദിക്കില്ല. എന്നാൽ ഞാൻ ചെയ്യും. എന്നെ ആരാണ് തടയാൻ പോകുന്നത്? നീയോ? നിന്റെ പ്രായമുള്ളവരുമായി നീ പോയി കളിക്കേ. ചെല്ല്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും ഒരിക്കലും സംശയിക്കരുത്. Ibaiska, Sakom, Pashto! ഛൻ പകയ്യ, നിന്റെ ശക്തി എന്റേതാകും. വരുൺ, അവന്റെ പവർ നേരിടാനായി നമ്മൾ രുദ്രയെ സഹായിച്ചേ പറ്റൂ. ജന്തർ മന്തർ ജാദു കലണ്ടർ ഛൂ. മതി മേര, പ്ലീസ് ഇനി നീ രുദ്രയെ സഹായിക്കരുത്. സോറി. എന്തു പറ്റി രുദ്ര? പേടിച്ചു പോയോ?
ഇവൻ എനിക്ക് പറ്റിയ ആളാണെന്നാണ് തോന്നുന്നത്. അകീറ, സക്കീറ, ബസൂക്ക. അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആരാണിത് ചെയ്യുന്നത്? എന്റെ മുമ്പിലേക്ക് വരൂ. എന്നെ വലിച്ചഴിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഭാഗ്യം, അവനങ്ങ് പോയി. അവൻ എന്ത് മാജിക്കാ ചെയ്തോണ്ടിരുന്ന? അവൻ എന്ത് മന്ത്രം പറഞ്ഞ? ആ ചൻപകയ, നിന്റെ മാജിക്കൽ പവർ എനിക്ക് സ്വന്തമാകട്ടെ. എത്ര സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ചെറിയ മന്ത്രം കൊണ്ട് മറ്റുള്ളവരുടെ പവർ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നോ? അല്ല, എനിക്കിതെന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയത്? എനിക്കെന്താ പറ്റിയ? താങ്ക് യു മുത്തശ്ശ. മുത്തശ്ശ, ഇതെങ്ങനെയാ സംഭവിച്ചത്? ആ മജീഷ്യൻ മറ്റുള്ളവരുടെ ബോഡിയിൽ നിന്ന് എങ്ങനെയാ മാജിക് മോഷ്ടിക്കുന്നത്? രുദ്ര, നമ്മുടെ മാന്ത്രിക ലോകം എത്രയ്ക്ക് നമ്മൾ കാണുന്നുവോ അതിനേക്കാൾ ആഴമായിട്ടുള്ളതാണ്. മാജിക് കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അവൻ വീണ്ടും വരും. അതുകൊണ്ട് നിങ്ങൾ 3 പേരും അവനെ നേരിടുവാനായി റെഡിയായിരിക്കണം. ഞാൻ നിങ്ങൾക്കൊരു സുരക്ഷാ കവചം ഉണ്ടാക്കാൻ പറഞ്ഞു തരാം. ഒരു പ്രാവശ്യം സുരക്ഷാ കവചം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാജിക്കൽ പവറിനും അതിൽ കടന്നു വരാൻ കഴിയില്ല. കുട്ടികൾ എപ്പോഴും ആദ്യത്തെ മന്ത്രം ഓർത്തിരിക്കണം. ഫോക്കസ് ആൻഡ് ബിലീവ്. ഈ ഒരു കാര്യം മാജിക്കിന് മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിലും അത് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ മന്ത്രം. ഞാനൊരു തെറ്റായ മന്ത്രം പറഞ്ഞു പോയി. ഞാൻ കഴുതയായി പോയി. എന്നൊന്ന് ശരിയാക്കണേ. നീയൊന്നും ഒരിക്കലും നന്നാവില്ലടാ. എന്ത് ചെയ്താലും തലകീഴായിട്ടേ ചെയ്യുള്ളൂ. കലക്കി, ഞാൻ പഴയതുപോലെ ശരിയായില്ല. താങ്ക് യു മുത്തശ്ശ. അതെന്താന്നറിയോ? ഞാൻ അവന്റെ മന്ത്രം കോപ്പി അടിച്ചു. ആ ഡോങ്കിയുടെ പവേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിപ്പോയി. അതെന്താന്നറിയില്ല. ഇപ്പോഴും എനിക്ക് പുല്ല് തിന്നാൻ തോന്നുക. മുത്തശ്ശ, രംഗീലയുടെ കാര്യം വിട്ടേക്കൂ. ഞങ്ങൾക്ക് രണ്ടാമത്തെ മന്ത്രം പറഞ്ഞുതരൂ. ഓക്കെ, കേട്ടോളൂ. ഇബൈസ്ക സകൂം പ്രൊട്ടക്ടോ. രുദ്ര, മായര, വരുൺ, ഇപ്പോൾ ഞാൻ സുരക്ഷാ കവചത്തിനകത്താണ്. ഇപ്പോൾ നിങ്ങൾ മാജിക്കൽ പവർ യൂസ് ചെയ്ത് ഏതെങ്കിലും സാധനം എടുത്ത് എന്നെ എറിയോ. ഒരു പക്ഷേ മുത്തശ്ശ അത് കൊണ്ടാലോ? ഒന്നും സംഭവിക്കില്ല, എറിയോ. മുത്തശ്ശ, ശരിക്കും മാജിക് പവർഫുൾ ആണെന്ന് തോന്നുന്നു. ഒരു ആയുധത്തിനും നിങ്ങളെ ടച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ എല്ലാവരും ഈ മാജിക് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഓ, വരൂ പവേഴ്സ് നാച്ചർ. ഷക്കാലിന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ നിന്നെ വരവേൽക്കുന്നു. ഞാൻ മാന്ത്രികനാണ്, മായാജാലത്തിന്റെ മഹാരാജാവാണ്. എന്നെ കണ്ടാൽ ആരും ഞെട്ടും. ഞാനാണ് ഷക്കാൽ. ഓ, അപ്പൊ നീയാണല്ലേ ഷാക്കാൽ. നിന്നെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? സോഗ നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. മറ്റുള്ളവരുടെ മാജിക്കൽ പവർ നീ എങ്ങനെയാണ് അപഹരിക്കുന്നതെന്നും പറഞ്ഞു. നിനക്ക് ഇത്രയൊക്കെ ശക്തി ഉണ്ടായിട്ടും എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ അടിപിടി കൂടുന്നത്? മാജിക്കൽ പവേഴ്സ് അപഹരിക്കണമെങ്കിൽ ജയ്സിംഗ് ചൗഹാന്റെ ശക്തി അപഹരിക്കുക. ഒരു പ്രാവശ്യം അവന്റെ ശക്തി നിനക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ സർവശക്തിശാലിയായി മാറുന്നതായിരിക്കും. അയാൾ അത്രയ്ക്കും ശക്തിശാലിയാണെങ്കിൽ എന്നാൽ ഞാൻ അയാളുടെ ശക്തി മാത്രമേ ഇനി എടുക്കൂ. പക്ഷെ ജയ്സിംഗ് ചൗഹാന്റെ ശക്തി അപഹരിക്കുന്നത് അത്ര ഈസി ആയ കാര്യമല്ല. അവൻ ഇതുവരെ പല പ്രാവശ്യം ഷാക്കാലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഷാക്കാൽ അവന്റെ മുൻപിൽ നിന്നും ഓടി ഒളിഞ്ഞിട്ടുണ്ട്. വെറുതെ എന്നെ അപമാനിക്കരുത്. അവന്റെ ശക്തി എങ്ങനെ പിടിച്ചെടുക്കണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഇനി കണ്ടോളൂ ജയ്സിംഗ് ചൗഹാന്റെ ശക്തി ഞാൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്.
ഷാക്കാൽ, ഒരുപക്ഷെ അവൻ പറയുന്നത് പോലെ ജയ്സിംഗ് ചൗഹാന്റെ ശക്തി അവൻ അപഹരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ വളരെ വലിയ മജീഷ്യനായി മാറും. പിന്നെ നിങ്ങളും സുരക്ഷിതനല്ല എന്നുള്ള കാര്യം ഓർക്കണം. ഞാൻ മാന്ത്രികനാണ്, മായാജാലത്തിന്റെ മഹാരാജാവാണ്. എന്നെ കണ്ടാൽ എല്ലാവരും ഞെട്ടണം. ഞാനാണ് ഷക്കാൽ. പവർ സ്നാച്ചറിന് ജയ്സിംഗ് ചൗഹാന്റെ ശക്തി അപഹരിക്കാവുന്നതാണ്. പക്ഷേ ജയ്സിംഗ് ചൗഹാന്റെ ബുദ്ധി പ്രവർത്തിക്കേണ്ടേ? ജയ്സിംഗ് ചൗഹാന്റെ ബുദ്ധിശക്തി ഇല്ലാതെ പവർ സ്നാച്ചറിന് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവനെ എന്റെ തടവറയിൽ തളച്ചിടും. അവന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യും. എന്റെ വഴിയിലുണ്ടായിരുന്ന 2 പ്രശ്നങ്ങളും അപ്പൊ ഒറ്റയടിക്ക് അങ്ങ് തീരും. ഛൻ പകയ്യ, നിന്റെ ശക്തി എന്റേതാകും. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നമാണല്ലോ. രുദ്രയെ വിളിക്കണം, വേറെ വഴിയില്ല. രുദ്ര, ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ. അയാള് എന്റെ എല്ലാ ശക്തിയും എടുത്തോണ്ട് പോയി. എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ പവർ സ്നാച്ചർ അങ്ങോട്ടാണ് പോയത്. എന്റെ എല്ലാ ശക്തിയും എടുത്തോണ്ട് പോയി. നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്രമിക്കൂ. ഞാൻ ചെന്ന് അവനെ നോക്കിയിട്ട് വരാം. അവൻ സൺസിറ്റിയിൽ ഇങ്ങനെ ആക്രമിക്കാൻ പറ്റില്ല. പവർ സ്നാച്ചർ, ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വാ. എവിടെയാടാ പതുങ്ങിയിരിക്കുന്നത്? ഛൻ പകയ്യ, നിന്റെ ശക്തി ഇപ്പൊ എന്റേതാകും. വേഗം വരൂ. ഈ ശക്തി വെച്ച് എനിക്ക് എന്തും ചെയ്യാം. ആദ്യം നിന്റെ ശക്തിയായിരുന്നു ഞാൻ എടുക്കേണ്ടത്. എന്തായാലും സാരമില്ല. ഇപ്പോൾ നിന്റെ ശക്തി എന്റെ അടുത്തേക്ക് വരാൻ പോകുകയാണ്. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ ജയ്സിംഗ് ചൗഹാന്റെ കഥ തീരും. പിന്നീട് അവന്റെ മൊത്തം സാമ്രാജ്യവും എന്റെ കസ്റ്റഡിയിലായിരിക്കും. എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. രുദ്ര, മുത്തശ്ശാ, Ibaiska Zakum, Rapido! സൺസിറ്റിയിലെ ആളുകളെ കണ്ടില്ലേ നിങ്ങളുടെ രാജാവിനെ? എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്റെ മുമ്പിൽ. Ibaiska Zakum, Cloudo Sarondo! മര വരുൺ, വേഗം വലിക്ക്. എന്താ ഇത്? എല്ലാരും എങ്ങോട്ടാണ് പോയത്? രുദ്ര, നിന്നെ ഞാൻ വെറുതെ വിടില്ല. മുത്തശ്ശ, നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കൂ. നിങ്ങൾ ഇവിടെ വന്ന് കണ്ടെത്താൻ പറ്റില്ല. ഞാൻ അവന്റെ കാര്യം നോക്കിക്കോളാം. സൂക്ഷിക്കണം രുദ്ര, അവൻ തന്ത്രക്കാരനാണ്, കള്ളനുമാണ്. വളരെ സൂക്ഷിക്കണം മോനെ. പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം മുത്തശ്ശ. രംഗില, നീ മുത്തശ്ശന്റെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ടാവണം. അദ്ദേഹത്തെ തനിച്ചാക്കിട്ട് എവിടേക്കും പോവരുത്.
ഇനി ഈ സിറ്റിയിൽ ഒരൊറ്റ മാന്ത്രികൻ മാത്രമേ ഉണ്ടാകൂ. അയാളുടെ പേര് പവർ സ്നാച്ചർ. ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ മാന്ത്രികനായി മാറും. എന്നെ തടയാൻ ആർക്കും കഴിയില്ല. രുദ്ര, അവിടെ നോക്ക്. അവൻ ജനങ്ങളുടെ പവേഴ്സ് കളക്ട് ചെയ്ത് അത് അവന്റെ ബോൾഡേഴ്സിൽ ചേർത്ത് വെക്കുകയാണ്. അത് കണ്ടില്ലേ അവന്റെ ബോൾഡേഴ്സ് എങ്ങനെ തിളങ്ങുന്നുണ്ടെന്ന്. നമ്മൾ അവനെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. പവർ സ്നാച്ചർ, ഇങ്ങോട്ട് വാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പവേഴ്സ് മോഷ്ടിച്ചു നോക്ക്. ഓഹോ രുദ്ര, നീ ഓടിപ്പോയെന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും സാരമില്ല, തിരിച്ചു വന്ന സ്ഥിതിക്ക് അവിടെ വെച്ച് തന്നെ ഞാൻ നിന്നെ തീർത്തേക്കാം. ബാക്കി എല്ലാരെയും നശിപ്പിക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. എങ്ങോട്ടാണ് ഓടുന്നത്? നിൽക്ക്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ. ജന്തർ മന്തർ ജാദു കലണ്ടർ. അരുത്. ഇനി എന്നിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്കാവില്ല. രുദ്ര, കുറെ ആയി, കളി നിർത്താം. ഛൻ പക്കയ്യ, നിന്റെ ശക്തി എന്റേതാകും. വേണ്ട. വേണ്ട. എനിക്ക് തോന്നുന്നത് രുദ്രൻ അവന് തോൽപ്പിച്ചെന്നാണ്. എന്റെ ശക്തി വരുന്ന സ്ഥലം നീ എന്നിൽ നിന്നും അകറ്റി. എന്റെ ബോൾഡേഴ്സ് നീ എന്നിൽ നിന്നും അകറ്റി. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്താ ഇത്? എന്നെ വിടൂ. എന്താ ഇത്? മതിയാക്ക്. മതിയെന്ന്. വേണ്ട.
മോനെ രുദ്ര, നീ ഇവിടെ ഉള്ളതുവരെ സൺസിറ്റിയെ ആർക്കും ഒരിക്കലും ഉപദ്രവിക്കാൻ പറ്റില്ല. സബാഷ്. Watch India's largest kids library only on Geo Hotstar. Download the app now.